ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഞ്ചേരി പോവാണ് കേട്ടോ. ഞാനും എൻ്റെ മൂത്താപ്പാന്റെ മോളും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഓളെ വീട് എടക്കരയാണ്. അപ്പോൾ എടക്കരന്ന് മഞ്ചേരി ബസ്സിന് കയറും. ഓള് കയറിയ ബസ്സും കാത്ത് ഞാനിവിടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മളെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്. ഓളവിടുന്ന് പ്രിയദർശിനിക്കാട്ടോ കയറിയത്. അത് ചന്തക്കുന്ന് എത്തിയപ്പോൾ ഞാനും അതിൽ കയറി. സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല ഈ ടൈം ആയതുകൊണ്ട്. മഞ്ചേരി എറണാകുളം ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇപ്പാൻ അവിടെ മുഹമ്മദ് ഡോക്ടറെ കാണിച്ചിരുന്നു. അവിടുന്ന് കുറച്ച് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ഒക്കെ വാങ്ങാനുണ്ട്. അത് വാങ്ങണം. പിന്നെ മൂത്താപ്പാന്റെ മോക്ക് നൈറ്റി തുണിയൊക്കെ കൊടുക്കുന്ന ചെറിയൊരു ബിസിനസ് ഉണ്ട് കേട്ടോ. ഓൾ എറണാകുളത്ത് നിന്ന് കേട്ടോ സാധനങ്ങളൊക്കെ എടുക്കല്. ഇപ്പൊ മഞ്ചേരി നല്ല ഹോൾസെയിൽ കട ഉണ്ടോ നോക്കിയിട്ട് പോവാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എറണാകുളം ഹോസ്പിറ്റലിൽ ചെന്ന വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ മഞ്ചേരി ഹോൾസെയിലിന്റെ മാർക്കറ്റിൽ എത്തിട്ടോ. മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ മുന്നിലായിട്ടാണ് കട വരുന്നത്. മമ്മാലോ എന്നാണ് ഈ കടയുടെ പേര്. ഇവിടെ നൈറ്റി തുണിയൊന്നുമില്ല. പക്ഷെ കുട്ടികളെല്ലാ ഡ്രസ്സും ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഇടാനും പിന്നെ അതുപോലെ പുറത്തു പോകുമ്പോൾ ഇടാനും ഒക്കെ ഉള്ളത് എല്ലാ സൈസിലും പല മോഡലിലും ഇവിടെ ഉണ്ട്. ഇതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ ഈ കടയിലൊന്ന് പോയി നോക്കിട്ടോ. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. കുട്ടികൾക്കുള്ളത് മാത്രമൊന്നുമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. അവിടെ ഓണത്തിന്റെ ഒരുപാട് സെലക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഈ കട. നിങ്ങൾക്ക് അവിടെ ആരോടെങ്കിലും ചോദിച്ചാലൊക്കെ പറഞ്ഞു തരും. നമ്മൾ പുറത്തെവിടെയെങ്കിലൊക്കെ പോയിട്ട് ഹോൾസെയിൽ ആണെങ്കിലും വാങ്ങുന്നതിനേറെ നല്ലത് നമ്മുടെ അടുത്തുനിന്ന് തന്നെ എല്ലായിടത്തേക്ക് പോകുന്നതാണ്. നമ്മളെ യാത്രാ ചെലവും പിന്നെ കൊറിയർ ചാർജ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയൊക്കെ ലാഭം തന്നെ അങ്ങനെയും കിട്ടുള്ളൂ. അങ്ങനെ ഇവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ കൊക്കവടയും ചായയും കുടിച്ചു കേട്ടോ. ഇനി മഞ്ചേരിയിൽ നിലമ്പൂർ ബസ് കാത്തു നിൽക്കുകയാണ്. മഞ്ചേരിയിൽ നിന്ന് പിന്നെ നിലമ്പൂർക്ക് ബസ് കാത്തുക്കൊന്നും വേണ്ട കേട്ടോ. വൈക്കട ബസ് എപ്പോഴും അവിടെ ഉണ്ടാവും. അങ്ങനെ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങക്ക് പ്രിയദർശിനി തന്നെ കിട്ടിട്ടോ. ദർശിനി കയറേണ്ട പ്രിയാണ് മാറി കിട്ടിട്ടോ. അത്രക്ക് തിരക്കേന്. വീട്ടിൽ നിന്ന് പുള്ളിക്കായിട്ട് സ്കൂട്ടിമ്മ പോയിങ്ങാണ്ട് പുള്ളിന്ന് ബസ്സിന് പോയിക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ സ്കൂട്ടി. സ്കൂട്ടി ഇപ്പൊ നന്നായിട്ട് ലെവലായിട്ടോ. ഇതിൽ വേണമെങ്കിൽ ഓടിക്കാൻ പറ്റും. ഇപ്പൊ മഴ ആയതുകൊണ്ടോട്ടോ. ഞാൻ ഇപ്പാനും കൊണ്ട് വരുമ്പോഴൊക്കെ ഞാൻ മഞ്ചേരിക്കൊക്കെ ഞാൻ തന്നെയാണ് ഓടിക്കല്. ഞാൻ നിങ്ങളോട് വലിയത് വിടുന്നതല്ല കേട്ടോ. ഈ സ്കൂട്ടി ഞാൻ ഒറ്റയ്ക്ക് തന്നെ സ്വന്തമായിട്ട് വാങ്ങിയതാണ്. അത് നമുക്കൊരു ഭയങ്കര അഭിമാനമാണ് കേട്ടോ. മാരിബിന്റെ സമയം ചുവന്ന ശോഭം മായുന്നത് വരെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മദ്രസിൽ പഠിച്ചിരുന്നല്ലേ. പിന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.